ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളി രസമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 2 മീഡിയം സൈസ് തക്കാളി, കുറച്ച് കൊച്ചുള്ളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി ചെറുതായി ചതച്ച് വെച്ചത്, ഇഞ്ചി ഒരു ചെറിയ പീസ് ചെറുതായി ചതച്ചത്, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ അല്പം പുളിയെടുത്ത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇട്ട് വച്ചിട്ടുണ്ട്. ഇനി ഞാൻ രസം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും നല്ലോണം പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ്, മോർ ദാൻ 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് സവാള നല്ലോണം വഴന്ന് വരുമ്പോഴാണ് കറിക്ക് നല്ല കട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടുവോളം ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. ആ പഴുത്ത തക്കാളിയും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത സമയത്ത് ഞാനൊരു 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇൻഗ്രീഡിയൻസിൻ്റെ സമയത്ത് അതെനിക്ക് പറയാനും കാണിക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പച്ചമുളക് ചേർത്തിട്ടുള്ളത് എരിവ് വേണമെന്നുള്ളവർക്ക് എരിവിന് വേണ്ടിയിട്ടും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുള്ളത്. ഇനി അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോഴേ കറിക്ക് നല്ല തിക്നെസ് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്കിനി ഇതും കൂടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടുവോളം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുളിവെള്ളം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇനി നമുക്കതിൽ കിടക്കുന്ന പുളി മാറ്റിയിട്ട് നമ്മൾ വെന്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഈ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിതിൽ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ രസം ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇതിൽ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫ്ലേവറായിട്ടിരിക്കും. പക്ഷെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ഉള്ളവർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.